आपका 3 लिखे 3 में देख लीजिए। ये तो जहाँ के अपनी पोस्ट के सामने चलती है थोड़ी गाड़ी। ന്യൂസ് ഡെസ്കിൽ നിന്ന് അശ്വജിത്താണ് ചേരുന്നത്. ഏജ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഈ നമ്മളെ സാധാരണ ഈ ട്രെയിനിൽ നിന്ന് ആളുകളൊക്കെ കൈവിട്ട് ട്രാക്കിലേക്ക് വീഴുന്നതും അല്ലെങ്കിൽ ഓടിക്കേറുന്നതിനിടെ കാൽ തെറ്റി വീഴുന്നതും ആയിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ ഇങ്ങനത്തെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഇടിപ്പാണ്, അയ്യോ എന്ന് ഇങ്ങനെ വിളിച്ചു പോവും അങ്ങനത്തെ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ. ഇതിപ്പോൾ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോധൈര്യം അത് എടുത്തു പറയണ തന്നെ വേണം. കാരണം ട്രെയിൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയ്ക്കാണ് കൈവിട്ട് താഴേക്ക് പോകുന്നത്. അതൊന്നും നോക്കാതെ ചെന്ന് തൻ്റെ ജീവൻ പോലും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അതൊക്കെ മറന്നു പോയി കൈ കൊടുത്ത് രക്ഷിച്ച് ചേർത്ത് നിർത്തുന്ന ഒരു സമീപനം അത് എത്ര ഉദ്യോഗസ്ഥർക്കൊക്കെ കാണും എന്നുള്ളതും ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. അപ്പോൾ ഈ വീഡിയോയുടെ കൂടുതൽ വിശദാംശങ്ങൾ, വാർത്തയുടെ കൂടുതൽ വിവരങ്ങളൊക്കെ പറയൂ അശ്വജിത്ത്. സേതു, ഈ പറഞ്ഞതുപോലെ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോധൈര്യം അത് കൈയടിക്കേണ്ടത് തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ കടമ എന്ന് പറയുമ്പോൾ തന്നെ ആ പെട്ടെന്ന് ആ ജീവൻ രക്ഷിക്കാൻ കാണിച്ച ഒരു ചടുലത അത് മികവ് തന്നെയാണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു മികവ് തന്നെയാണ്. തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. കാരണം നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാവുന്നത് ആ യാത്രക്കാരൻ ട്രാക്കിലേക്ക് വീണപ്പോൾ ഒരുപക്ഷെ നമ്മൾ എല്ലാവരും ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവർ ഒരുപക്ഷെ മറ്റ് സഹയാത്രികരാണെങ്കിൽ ആ യാത്രക്കാരനെ പെട്ടെന്ന് ഉയർത്തിയെടുക്കാനായിരിക്കും, പ്ലാറ്റ്ഫോമിലേക്ക് ഉയർത്തിയെടുക്കാനായിരിക്കും ആദ്യം ശ്രമിക്കുക. പക്ഷേ ആ ഉദ്യോഗസ്ഥ ചെയ്ത് ആദ്യം ആ യാത്രക്കാരനെ ചേർത്ത് പിടിച്ച് ആ ഉദ്യോഗസ്ഥൻ്റെ തല പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്, ആ കൈവച്ച്. ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് അവരുടെ ആ ഒരു മികവിന് നമ്മൾ കൈയടിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണവും. കാരണം അത്രത്തോളം ഒരു ജീവനെ ചേർത്ത് നിർത്തി ആ യാത്രക്കാരൻ്റെ തല തൻ്റെ കൈവച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് നിൽക്കുന്ന ആ ദൃശ്യങ്ങൾ അത് ഒരുപക്ഷെ നമുക്ക് ഒരു മാതൃകയാക്കുന്ന, സേതു തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ഒക്കെ ഒരു മാതൃകയാക്കുന്ന പ്രവൃത്തി തന്നെയാണ് ഉദ്യോഗസ്ഥർ ചെയ്തത്. ഉത്തരാഖണ്ഡിൽ നിന്ന് ഉള്ള സംഭവമാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ആവർത്തിച്ച് പറയാറുണ്ട്, ഈ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയാൽ ഒരു കാരണവശാലും എന്ത് തിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിലും ഓടിക്കയറാൻ ശ്രമിക്കരുത് എന്ന്. പക്ഷേ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തൊരു പതിവുള്ള സംഭവമാണ്. ഇത്തരത്തിലുള്ള അപകടങ്ങൾ വലിയ തോതിൽ ബുദ്ധിമുട്ടാക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഉത്തരാഖണ്ഡിലെ ഈ ദൃശ്യങ്ങൾ. ഏതായാലും ഇനിയെങ്കിലും യാത്രക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഈ ട്രെയിൻ മൂവ് ചെയ്ത് തുടങ്ങിയാൽ ഒരു കാരണവശാലും ഓടിക്കയറരുത് എന്നുകൂടെ പറഞ്ഞു വയ്ക്കുന്നു.